അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയെ സ്വാധീനിച്ച് കോടാനുകോടി സ്വത്തുകൾ സമ്പാദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ MP. ഇന്ത്യയിൽ കോൺഗ്രസിനല്ലാതെ ഒരു മതേതര രാജ്യം പടുത്തുയർത്താനാവില്ലെന്നും മേലധിയെടുത്ത് മഹാത്മാ മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സുധാകരൻ. തൃക്കരിപ്പൂർ ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം വിഷയത്തിൽ അധികൃതരുടെ ജനവഞ്ചന തുറന്നു കാണിക്കാൻ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മാധ്യമങ്ങളുടെ വ്യാജവാർത്താ നിർമ്മിതിക്കെതിരെ CPIM പെരളം സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം C. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചെസ് താരവും സംസ്ഥാന ചെസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവും കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറിയും നെറ്റ്വർക്ക് ചാനലിലെ ചെസ്മേറ്റ് പ്രോഗ്രാം അവതാരകനുമായിരുന്ന അന്നൂരിലെ VV ബാലറാം നിര്യാതനായി. വാർത്തകൾ വിശദമായി. കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയെ സ്വാധീനിച്ച് കോടാനുകോടി സ്വത്തുക്കൾ സമ്പാദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലധിയെടുത്ത് നിർമ്മിച്ച മഹാത്മാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്. ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരിന് ഇന്ത്യയുടെ ബഹുസ്വരതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇന്ത്യയിൽ കോൺഗ്രസിനല്ലാതെ ഒരു മതേതര രാജ്യം പടുത്തുയർത്താനുമാവില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിലെത്തുമെന്നും കെ സുധാകരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരും, നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഇവിടെ ഓരോ മണ്ഡലത്തിലും ശക്തി പ്രാപിച്ചു വരുന്നു കോൺഗ്രസിന്റെ സംഘടനാ മിഷനറി. ഒരു കരുത്തുറ്റ സംഘടനാ മിഷനറി ഈ കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജനമനസ്സുകൾ ഞങ്ങൾ സ്വാധീനിക്കും. ജനം നമ്മോടൊപ്പം ഉണ്ട്. ഒരു വലിയ ജനക്കൂട്ടം കോൺഗ്രസോടൊപ്പം ഉണ്ട്. ആ കോൺഗ്രസോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെ വെച്ചുകൊണ്ട് ഇടതുപക്ഷം എന്തിടതുപക്ഷ പിണറായി വിജയനെ പോലത്തെ ഒരു മണ്ടൂസ് മുഖ്യമന്ത്രി കേരളത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം എന്താ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? കള്ളപ്പണം ഉണ്ടാക്കി, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി, BJPയുടെ ഗവൺമെന്റിനെ സ്വാധീനിച്ച് അവിടെ നിന്നുള്ള അന്വേഷണം ഈ കടന്നു വരാതെ അദ്ദേഹം ഈ രാജ്യത്ത് കോടാനുകോടികൾ ഉണ്ടാക്കി. ഭാര്യക്കും മക്കൾക്കും ആണിനും പെണ്ണിനും ഒക്കെ കോടികളുടെ സമ്പത്ത് ഉണ്ടാക്കി വെച്ച കേരളത്തിലെ ആദ്യത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഓർമ്മിക്കണം. മഹാത്മാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കെ സുധാകരൻ നിർവഹിച്ചു. കെ കരുണാകരൻ സ്മാരക ഹാൾ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം അനാച്ഛാദനവും KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. K രാമദാസ് അധ്യക്ഷത വഹിച്ചു. VV വിജയൻ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, V രാജൻ, NG സുനിൽ പ്രകാശ്, SKP സഖറിയ, സുധീഷ് കടന്നപ്പള്ളി, U രാമചന്ദ്രൻ, ജോസ് കാവുംചാൽ, KV വിജയൻ, M രാജീവ്, വരയിൽ പ്രദീപൻ, സെബാസ്റ്റ്യൻ കാവുംചാൽ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
CPIM ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ ചർച്ചകളെക്കുറിച്ച് ഔദ്യോഗികവും അനൌദ്യോഗികവും സ്ഥിരീകരിച്ചതും അല്ലാത്തതുമായ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലങ്ങളിലുള്ള പ്രശ്നങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളെ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. കാണാം ഡീപ് റിപ്പോർട്ട്. CPM-ന് ഏകദേശം 33,000 ബ്രാഞ്ചുകളുണ്ടെന്നാണ് കണക്ക്. പഴയ ഇരുമ്പുമറകളിൽ എവിടെയൊക്കെയോ വിള്ളൽ വീണിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ സമ്മേളനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നത് തടയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ചർച്ചകൾക്കൊപ്പം ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് സമ്മേളനങ്ങളെ ചൂടുപിടിപ്പിച്ചത്. സമ്മേളന കാലത്തുണ്ടായ സീതാറാം യെച്ചൂരിയുടെ വിയോഗം തെല്ലൊന്നുമല്ല അണികളെ നിരാശയിലാക്കിയത്. എങ്കിലും സമ്മേളനത്തിന്റെ ആവേശത്തെ ഇത് കെടുത്തിയിട്ടില്ല. സംസ്ഥാനത്തെ CPM രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ വിവാദങ്ങളെല്ലാം ബ്രാഞ്ച് സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടി വന്ന കാരണം, PV അൻവർ MLA-യുടെ ആരോപണങ്ങൾ, പാർട്ടി നേതാക്കളുടെ പെരുമാറ്റം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകുവാനുള്ള കാരണം, ഇസ്ലാമിക് തീവ്രവാദ വിഷയത്തിൽ P ജയരാജന്റെ പ്രസ്താവന, വിഭാഗീയതയുടെ ഇരയാണ് താനെന്ന കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന CKP പത്മനാഭന്റെ ആരോപണം തുടങ്ങിയ വിഷയങ്ങൾ ഇഴകീറിയാണ് ബ്രാഞ്ച് യോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയണമെന്ന ആവശ്യവും പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഉയർന്നിരുന്നു. അടിയന്തരമായി ഇടപെട്ട് പരസ്യ പ്രസ്താവനകളിൽ നിന്ന് അൻവറിനെ പാർട്ടി വിലക്കിയത് ഈ സമ്മേളനങ്ങളിലെ ഇത്തരം ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ഈ സമ്മേളന കാലത്ത് കണ്ണൂരിൽ പാർട്ടി നേരിടുന്നത് ഇതുവരെയില്ലാത്ത വിഭാഗീയതയായിരുന്നു. നേതാക്കൾക്കിടയിലെ പടലപ്പിണക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും പലയിടത്തും സമ്മേളനങ്ങൾ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് വരെ കൊണ്ടെത്തിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാടായ മൊറാഴയിലടക്കം പലയിടങ്ങളിലും ബഹിഷ്കരണങ്ങളും സമ്മേളന തീയതി മാറ്റിവെക്കേണ്ടി വന്നതും കണ്ണൂരിന്റെ CPM-ന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായിരുന്നു. പയ്യന്നൂർ കാരയിലെ 3 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് കടുത്ത വിഭാഗീയത മൂലം പലതവണ മാറ്റിവെക്കേണ്ടി വന്നത്. വിഭാഗീയത നിലനിൽക്കുന്ന കാര പ്രദേശത്തെ CPM പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് ഒരു വിഭാഗം പാർട്ടിക്കെതിരെ തിരിഞ്ഞത്. പ്രശ്നത്തിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമാകാതെ വന്നതോടെ കാര വെസ്റ്റ്, കാര നോർത്ത്, കാര സൗത്ത് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് തീരുമാനിച്ച സമയത്ത് നടക്കാതെ പോയത്. പാർട്ടിയുടെ അധീനതയിലുള്ള സഹകരണ സ്ഥാപനത്തിൽ നടന്നതായി പറയപ്പെടുന്ന സാമ്പത്തിക തിരിമറിയെ തുടർന്ന് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയ ആളെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കിയതിൽ പയ്യന്നൂർ കണ്ടോത്ത് പയ്യഞ്ചാൽ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ വിമർശനവും പോസ്റ്റർ പ്രചരണവും നടന്നത് വലിയ ചർച്ചയായിരുന്നു. എന്തായാലും എല്ലാ അഭിപ്രായ ഭിന്നതയും എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതിനാണ് ഈ ഘട്ടത്തിൽ CPM പ്രഥമ പരിഗണന നൽകുന്നതും. പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഒരുക്കിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഒരുക്കിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചത്. ഞാനും പയ്യന്നൂരിന്റെ ഭാഗമായതുകൊണ്ട് പറയുകയല്ല, പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ടായിരുന്നാലും ദേശീയ വികാരങ്ങളുടെ ഉത്ബുദ്ധത കൊണ്ടായിരുന്നാലും ഭക്താദരങ്ങളുടെയും ക്ഷേത്രദർശനങ്ങളുടെയും ക്ഷേത്രാചാരങ്ങളുടെയും കർമ്മരംഗമായിരുന്നാലും പയ്യന്നൂരിലൊരു പാരമ്പര്യവും കരുത്തും ശക്തിയുമുണ്ട്. അത് മറ്റൊരിടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പല പരിപാടികളിലും പങ്കെടുക്കുന്നതാണ്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാവിടെയായിരുന്നാലും. പക്ഷേ പയ്യന്നൂർ MLA TA മധുസൂദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ TTV രാഘവൻ മാസ്റ്റർ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ നന്ദകുമാർ, വാർഡ് കൌൺസിലർ ശാരിക ടീച്ചർ, 14 നഗരം ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹി VV രാമചന്ദ്രൻ, C സന്തോഷ്,
തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്ര പരിസരമായ പയ്യന്നൂർ മഹാദേവ് ഗ്രാമത്തിലെ റിഷാൻ ദിലീഷിന്റെ ചികിത്സയ്ക്കായുള്ള ക്ഷേത്രത്തിന്റെ ധനസഹായവും മന്ത്രി കൈമാറി. ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ തുക ഏറ്റുവാങ്ങി. തുടർന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായി നൂൽനൂൽപ്പ് മത്സരം സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയ ചെസ് താരവും സംസ്ഥാന ചെസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവും കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറിയുമായ അന്നൂരിലെ വി ബാലരാം നിര്യാതനായി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ ചെസ്മേറ്റ് എന്ന പ്രോഗ്രാം അവതാരകനും ആയിരുന്നു ഇദ്ദേഹം. ദേശീയ ചെസ് താരവും സംസ്ഥാന ചെസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവും കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറിയുമായ അന്നൂരിലെ വി ബാലറാം അന്തരിച്ചു. 68 വയസ്സായിരുന്നു. പരേതരായ കണ്ണോത്ത് ചിന്നനാരായണന്റെയും നാരായണിയമ്മയുടെയും മകനാണ്. ചെസ്സിനെ കൂടുതൽ ജനകീയമാക്കാൻ 4 പതിറ്റാണ്ടോളം തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു. നാഷണൽ ഫിദെ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ജനറൽ കൺവീനറും സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിലെ മുൻനിര സ്ഥാനക്കാരനുമായിരുന്നു. നിരവധി തവണ ദേശീയ മത്സരത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ ജനപ്രിയ പ്രോഗ്രാമായിരുന്ന ചെസ്മേറ്റിന്റെ അവതാരകനായിരുന്നു അദ്ദേഹം. മൃതദേഹത്തിൽ പയ്യന്നൂരിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തി. ടി.ഐ. മധുസൂദനൻ MLA, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ്, വി നാരായണൻ, പനക്കിൽ ബാലകൃഷ്ണൻ, നെറ്റ്വർക്ക് ചാനൽ MD കെ സജീവ് കുമാർ തുടങ്ങിയവർ റീത്ത് സമർപ്പിച്ചു. ഭാര്യ വി സുധ, ജയറാം, സീതാലക്ഷ്മി എന്നിവരാണ് മക്കൾ. സംസ്കാരം കേളോത്ത് സമുദായ ശ്മശാനത്തിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം വിഷയത്തിൽ അധികൃതരുടെ ജനവഞ്ചന തുറന്നുകാണിക്കാൻ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണ BJP മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽപാത കാരണമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് തൃക്കരിപ്പൂരിന്റെ താളം തെറ്റിക്കുന്നതാണെന്നും KSRTC ഉൾപ്പെടെ 35-ൽ പരം ബസ്സുകളും 100-കണക്കിന് വാഹനങ്ങളും ഇവയുടെ ദുരിതം പേറുകയാണെന്നും TV ഷിബിൻ പറഞ്ഞു. 2016 മുതൽ നൽകിയ 5 പ്രപ്പോസലുകൾ തള്ളുകയും മറ്റു നടപടികളില്ലാതിരുന്നതും ജനപ്രതിനിധികളുടെ പിടിപ്പുകേടാണെന്നും അദ്ദേഹം ആരോപിച്ചു. സത്യത്തിൽ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ അവരുടെ കാപട്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ BJP ഇതാ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ അവർ തയ്യാറായി. ആ ഒരു സന്തോഷ വാർത്ത എന്തായാലും BJPയുടെ ധർണ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഈ തരത്തിൽ ഒരു സർവകക്ഷി യോഗം പഞ്ചായത്തിൽ വിളിക്കാൻ, പഞ്ചായത്ത് അധികൃതർക്ക് അവരുടെ കണ്ണും കാതും തുറക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ധർണ നടത്തേണ്ടി വന്നു. പ്രശ്നത്തിൽ മുൻ MPയും ഇപ്പോഴത്തെ MPയും തൃക്കരിപ്പൂർ MLAയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും കാട്ടിയ അനാസ്ഥ മേൽപ്പാലം നടപടികൾ വൈകാൻ കാരണമായതായും BJP ആരോപിച്ചു. TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. K കുഞ്ഞിരാമൻ, K ശശിധരൻ, E രാമചന്ദ്രൻ, PP ദിനേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാധ്യമങ്ങളുടെ വ്യാജവാർത്താ നിർമ്മിതിക്കെതിരെ CPIM പെരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ വ്യാജവാർത്താ നിർമ്മിതിക്കെതിരെ CPIM പെരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. പെരളം സെൻട്രലിൽ നടന്ന പ്രതിഷേധ പരിപാടി CPIM ജില്ലാ കമ്മിറ്റി അംഗം C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂടെ മുഖ്യമന്ത്രി, മറ്റ് കേന്ദ്രമന്ത്രിമാരും വേറെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉണ്ടായിരുന്നു. ഒരു ദിവസം എടുത്തുകൊണ്ട് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അതേപോലെ തന്നെ അവിടുത്തെ ക്യാമ്പുകൾ, ദുരന്തബാധിതരെ താമസിപ്പിച്ച ക്യാമ്പുകൾ സന്ദർശിക്കുകയും കുട്ടികളെ കാണുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള വാർത്ത K ഗോപാലകൃഷ്ണൻ, K സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സമന്വയം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദശവാർഷികാഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1989 വർഷ SSLC ബാച്ച് അംഗങ്ങളുടെ കൂട്ടായ്മയായ സമന്വയത്തിന്റെ 10ാം വാർഷികാഘോഷം നടന്നു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനസ്സുകളുടെ പ്രണയം പോലും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഗമിക്കുന്നത് അല്ലേ? ഇപ്പോഴും ചില ആളുകളുടെ കണ്ണ് വന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ശരിയാണ്. വാലന്റൈൻ സ്വീകരിച്ചത് വലിയ വിഷയമായി കാലമാക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പ്രണയപ്പൊളി എന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് പറയണ്ട. TV സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഗസൽ ഗായകൻ അലോഷി ആദംസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എന്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. VV സന്തോഷ്, U രമേശൻ, AV മനോജ് കുമാർ, A ബദറുന്നീസ, EP രതീശൻ എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളായി ബദറുന്നീസ, C പ്രശാന്തൻ, EP രതീശൻ എന്നിവരെ തിരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ചുമടുതാങ്ങിയിലെ PP പവിത്രൻ മിൽഷ ദമ്പതികളുടെ മകൻ വിഷ്ണുപ്രിയനെ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് അടിയന്തര ശസ്ത്രക്രിയക്കായി കണ്ണൂർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിർധന കുടുംബത്തിന് ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ചെറുതാഴം പഞ്ചായത്തിലെ ചുമടുതാങ്ങിയിലെ PP പവിത്രൻ മിൽഷ ദമ്പതികളുടെ മകൻ വിഷ്ണുപ്രിയൻ സെപ്റ്റംബർ 13 രാമപുരത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കുകളോടെ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തലക്കേറ്റ ഗുരുതരമായ പരിക്ക് കാരണം വിഷ്ണുപ്രിയന് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല. അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിർധന കുടുംബമായ ഇവർക്ക് ഈ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വിഷ്ണുപ്രിയന്റെ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിഷ്ണുപ്രിയന്റെ ചികിത്സയ്ക്കായി MV ചന്ദ്രൻ ചെയർമാനും AV മണിപ്രസാദ് കൺവീനറുമായ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ കുടുംബത്തെ സഹായിക്കാൻ സുമനസുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണിവർ. സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കൗണ്ട് നമ്പർ 5678307526 IFSC കോഡ് CBIN 0284513 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പിലാത്ര ബ്രാഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിൽ എത്തിച്ചു നൽകാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഒക്ടോബർ 5, 6 തീയതികളിൽ കുളപ്പുറത്ത് നടക്കുന്ന ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം മാടായിപ്പാറയിൽ കുട്ടികളുടെ പട്ടം പറത്തൽ സംഘടിപ്പിച്ചു. ഗായികമാരായ പല്ലവി രതീഷ്, പാർവണ രൂപേഷ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 5, 6 തീയതികളിൽ കുളപ്പുറത്ത് നടക്കുന്ന ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് മാടായിപ്പാറയിൽ കുട്ടികളുടെ പട്ടം പറത്തൽ സംഘടിപ്പിച്ചത്. ഗായികമാരായ പല്ലവി രതീഷ്, പാർവണ രൂപേഷ് എന്നിവർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KV ശ്രീനന്ദ അധ്യക്ഷയായ ചടങ്ങിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ബാലസംഘം ജില്ലാ പ്രസിഡന്റ് K സൂര്യ, PV പ്രദീപൻ, PP പ്രകാശൻ, കിരൺ ബാലകൃഷ്ണൻ, M അനുരാഗ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനം നവംബർ 9, 10 തീയതികളിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി P കിഷൻ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ്, ശുചിത്വത്തിന്റെ കീഴിലാണ് ഇന്ന് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അതിന്റെ കീഴിലെ സംസ്ഥാന ഭാരവാഹികൾ ഗണേശനൊക്കെ ഇവിടെയുണ്ട്.
കേന്ദ്ര കേരള സർക്കാരുകളുടെ സഹകരണ ജീവനക്കാരോടുള്ള നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കിഷൻ ചന്ദ് ആവശ്യപ്പെട്ടു. നവംബർ 9, 10 തീയതികളിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KMK സ്മാരക കലാസമിതി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ KCEC സംസ്ഥാന പ്രസിഡന്റ് C. സുജിത്ത് അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് E. ബാലകൃഷ്ണൻ, മഹിളാ ജനതാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഷീജ, M. മനു, EV രാജേഷ്, T. സുരേഷ് ബാബു, A. മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. VV കൃഷ്ണനെ ചെയർമാനായും EV ഗണേശനെ ജനറൽ കൺവീനറായും E. ബാലകൃഷ്ണനെ ട്രഷററായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഔഷധി നീതി സ്റ്റോർ പൈനൂർ കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഔഷധി ഡയറക്ടർ പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ മരുന്ന് വിൽപ്പന ചികിത്സാ രംഗത്ത് 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഔഷധി കേരള സർക്കാർ സ്ഥാപനം നീതി സ്റ്റോർ പയ്യന്നൂർ കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഔഷധി ഡയറക്ടർ പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ 2ാം വാർഡ് കൌൺസിലർ E. കരുണാകരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഔഷധി മാർക്കറ്റിംഗ് മാനേജർ നൌഷാദ്, KK സുകുമാരൻ, MV ഗോവിന്ദൻ, K. ബാബുരാജൻ, MDP മുരളി, സുശീലൻ, AK രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമേഹം, നടുവേദന, മുട്ടുവേദന, കൈകാൽ കടച്ചിൽ, മരവിപ്പ്, സന്ധിവേദനകൾ, കഴുത്തുവേദന, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, ഉന്മേഷക്കുറവ്, കൊളസ്ട്രോൾ, സ്ത്രീരോഗങ്ങൾ, വെരിക്കോസ് വെയിൻ, ജീവിതശൈലി രോഗങ്ങൾ, കഫക്കെട്ട്, അലർജി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ആയുർവേദ ചികിത്സയാണ് ഔഷധിയിൽ നൽകുന്നത്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജു എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:30 വരെ രോഗികളെ പരിശോധിക്കുന്നു. ഔഷധിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 8848786243 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടിജന്റ് വർക്കേഴ്സ് യൂണിയൻ സമ്മേളനം പൈനൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CPIM പൈനൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ കണ്ടിജന്റ് വർക്കേഴ്സ് യൂണിയൻ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിവിൽ നിയമം എങ്ങനെയാണ് ഭരണഘടനാപരമായിട്ട് വന്നതാണ്. ആ ഭരണഘടനാപരമായിട്ട് വന്നിട്ടുള്ള നിയമം അത് വർഗീയമാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടിൽ വെച്ച് പറയുകയും ഞങ്ങളുടെ സെക്യുലർ കോഡ് കൊണ്ടുവരും എന്ന് പറയുകയാണ്. ഏകീകൃത സിവിൽ കോഡിന്റെ പേരോ മാറ്റുകയാണ്, സെക്യുലർ കോഡ്. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്ക് സംശയം വരുന്നത്, ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും ഒരേ നിയമങ്ങളുണ്ട്. KV രാജീവൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി CH രാജൻ, K രാജേന്ദ്രൻ, K മോഹനൻ, KV സുമതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൈനൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ തായ്നേരി തുമ്പക്കൊവൽ റോഡിൽ പൈപ്പ് പൊട്ടിയത് ജല അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തി. മാസങ്ങളായി പൈപ്പ് പൊട്ടി ഇവിടെ കുടിവെള്ളം പാഴാകുന്നതിനെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് വാർത്ത നൽകിയിരുന്നു. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ തായ്നേരി തുമ്പക്കോവൽ റോഡിൽ പൈപ്പ് പൊട്ടിയത് അറ്റകുറ്റപ്പണി നടത്തി. മാസങ്ങളായി ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴായി പോകുന്നതിനെ കുറിച്ച് നെറ്റ്വർക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൈപ്പ് പൊട്ടി ശക്തമായ ജലപ്രവാഹമുണ്ടായതിനാൽ ഇവിടെ വലിയ കുഴിയും രൂപപ്പെട്ടിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏറ്റുകുടുക്ക ബിലാൽ മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉസ്താദ് അബ്ദുള്ള അസ്ഹരി ഉദ്ഘാടനം ചെയ്തു.
ഏറ്റുകുടുക്ക ബിലാൽ മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര കിണർമുക്കിലെത്തി തിരിച്ച് പള്ളിമുക്കിലെത്തി ടൗൺ ചുറ്റി മസ്ജിദ് പരിസരത്ത് സമാപിച്ചു. മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും ഘോഷയാത്രയിൽ പങ്കാളികളായി. കാക്കടവ് നൂറുൽ ഹുദ മെഗാ ദഫ് സംഘം അണിനിരുന്ന ദഫ്മുട്ടും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. തുടർന്ന് ബിലാൽ മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ രക്ഷാധികാരി PK അബ്ദുൽ ഖാദറിന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരളം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും വാർഷിക ജനറൽ ബോഡി യോഗവും നടന്നു. ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് NSS തളിപ്പറമ്പ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. പെരളം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും വാർഷിക ജനറൽ ബോഡി യോഗവും നടന്നു. ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് NSS തളിപ്പറമ്പ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. 10 മണിക്കുള്ള പ്രോഗ്രാമിൽ 9 മണിക്ക് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സർ പരിപാടി നടക്കില്ല, കാരണം എല്ലാ തോരണങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി അവിടത്തേക്ക് വന്നുകൂടാ, വന്നാൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന്. അന്ന് പക്ഷെ അവർ ചെയ്തത് തിരിച്ചു പോകാൻ ചിന്തിച്ചു. കാരണം പ്രോഗ്രാമിൽ തിരിച്ചു പോകാൻ ചിന്തിക്കുന്ന സമയത്ത് വളരെ അനിഷേധ്യനായ ഒരു നേതാവിനെ അദ്ദേഹം വിളിച്ചു. കേരള അക്ഷരശ്ലോക ഫെഡറേഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ നാരായണീയ അക്ഷരശ്ലോക മത്സരത്തിൽ 4ാം സ്ഥാനവും പയ്യന്നൂർ ഇന്ദ്രപ്രസ്ഥ അക്ഷരശ്ലോക സമിതി നടത്തിയ അക്ഷരശ്ലോക മത്സരത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയ കരയോഗം വനിതാ സമാജം സെക്രട്ടറി തമ്പായി ടീച്ചറെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും LSS USS നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. RK ദാമോദരൻ, M ദാമോദരൻ, PV ചന്ദ്രബാബു, AV ഗോവിന്ദൻ അടിയോടി, PV ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ദീപ K, MP രാഘവൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണോത്സവവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. SSLC 82 ബാച്ചസ് സംഘടിപ്പിച്ച ചടങ്ങ് കേരള ദിനേശ് ഗ്രൂപ്പ് ചെയർമാൻ ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണോത്സവവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. 1982 SSLC ബാച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള ദിനേശ് ഗ്രൂപ്പ് ചെയർമാൻ ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. 260 പേരുണ്ടായിരുന്നു. ആ 260 പേരെയും നേരിട്ട് കാണാനും അവരെ കണ്ടുപിടിക്കാനും എടുത്ത പ്രയാസം നിങ്ങളും ആ പ്രയാസം അനുഭവിച്ചതായിരിക്കാം. ആദ്യം 2016 നടത്തിയപ്പോൾ 1982 ബാച്ച് നിങ്ങളുടെ ആ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാണ് നമ്മൾ എന്നുള്ളതാണ്. ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകാം. അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സതീഷ് ചേടമ്പത്ത്, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാട്ടൂൽ CH മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1984-85 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. മുൻ മാടായി AEO രാജമ്മ തച്ചൻ ഉദ്ഘാടനം ചെയ്തു. നാല് പതിറ്റാണ്ടിനു ശേഷം ഓർമ്മകളുടെ തിരുമുറ്റത്ത് അവർ ഒത്തുകൂടി. മാട്ടൂൽ CH മുഹമ്മദ് കോയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1984-85 SSLC ബാച്ച് കൂട്ടായ്മ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാട്ടൂലിൽ നടന്നു. പൂർവ്വ അധ്യാപകരെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. മുൻ AEO രാജമ്മ തച്ചൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. VPK അബ്ദുൽ സലാം അധ്യക്ഷനായ ചടങ്ങിൽ സജീവൻ KV, പ്രധാന അധ്യാപകൻ മുഹമ്മദ് ബഷീർ, അജിത KV, ജബ്ബാർ P, നൂറുദ്ദീൻ, KK രാജീവൻ, പ്രസീത, മുസ്തഫ BP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര
കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയെ സ്വാധീനിച്ച് കോടാനുകോടി സ്വത്തുകൾ സമ്പാദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. ഇന്ത്യയിൽ കോൺഗ്രസിനല്ലാതെ ഒരു മതേതര രാജ്യം പടുത്തുയർത്താനാവില്ലെന്നും മേലധിയെടുത്ത് മഹാത്മാ മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സുധാകരൻ. തൃക്കരിപ്പൂർ ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം വിഷയത്തിൽ അധികൃതരുടെ ജനവഞ്ചന തുറന്നു കാണിക്കാൻ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മാധ്യമങ്ങളുടെ വ്യാജവാർത്താ നിർമ്മിതിക്കെതിരെ സിപിഐഎം പെരളം സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചെസ് താരവും സംസ്ഥാന ചെസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവും കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറിയും നെറ്റ്വർക്ക് ചാനലിലെ ചെസ്മേറ്റ് പ്രോഗ്രാം അവതാരകനുമായിരുന്ന അന്നൂരിലെ വി ബാലറാം നിര്യാതനായി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.